നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും പല കാരണങ്ങൾ കൊണ്ടാണ് വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥലം എത്ര ശ്രമിച്ചിട്ടും വിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? ഒരു നല്ല ബയ്യറെ കിട്ടുന്നില്ല. ഒരുപക്ഷെ ആള് വന്ന് നോക്കിയാലും ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പിന്നെ അവര് വിളിക്കാത്ത ഒരു സാഹചര്യം. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വന്ന് നോക്കി പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് വിൽക്കാൻ സാധിക്കുന്നില്ല. കച്ചവടം മാത്രം നടക്കുന്നില്ല. ഇതാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്ഥലം വിൽക്കാനായിട്ട് അല്ലെങ്കിൽ വീട് വിൽക്കാനായിട്ട് ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നു, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു 10 വർഷമോ അതിലധികമോ കാലമായിട്ട് നിങ്ങൾ ഒരു വസ്തു വിൽക്കാൻ ഈ പറഞ്ഞ വിധം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന 2 മാർഗങ്ങളിൽ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതോടുകൂടി അതിവേഗം ആ ഭൂമി കച്ചവടം നടന്നു കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുന്നതാണ്. ആ സാധ്യതകൾ ഉപയോഗിച്ച് കച്ചവടം നടത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അതിന് 2 ഫലം ലഭിക്കുമെന്ന് സാരം. അതായത് എന്ത് തടസ്സങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ വസ്തു കച്ചവടം നടക്കാൻ പ്രയാസം അനുഭവിക്കുന്നത്, ആ തടസ്സം ഇല്ലാതാക്കുകയാണ് ഒന്നാമതായിട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ആ വീടും സ്ഥലവും വാങ്ങിക്കാനായിട്ട് വന്ന് കാണുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്ഥലം കാണുന്ന ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവരെ അത് ആകർഷിക്കുന്ന രീതിയിൽ ഒരു ആകർഷണ ശക്തി കൂടി ഇതിൽ പ്രവർത്തിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, തടസ്സവും മാറും, ആകർഷണവും വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലം വന്നു കാണുന്നവർ ഉടനെ തന്നെ അഡ്വാൻസ് തന്ന് കരാർ ഉറപ്പിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതില് ഞാനിവിടെ 2 പ്രതിവിധികളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണോ അത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മറ്റൊന്ന് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ നിങ്ങളുടെ വീട്ടില് നവധാന്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞത് ക്ഷേത്രത്തിൽ പോവുകയോ പൂജയോ വിളക്കോ ഒന്നും ആവശ്യമില്ലതാനും. പക്ഷെ തികഞ്ഞ പ്രാർത്ഥനയോടുകൂടി വേണം ഇതും ചെയ്യുവാൻ. അതിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ 2 കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം. അതും വളരെ വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലവും. വിശ്വാസമില്ലാതെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോ ഈ പറഞ്ഞതില് നിങ്ങൾക്ക് അനുയോജ്യം എന്ന് തോന്നുന്നത് ഏതാണ്, ഈ 2 കാര്യങ്ങളില് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത് ഏതാണ് അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ചെയ്താൽ മതി. എന്നാൽ ഈ പറഞ്ഞ 2നും വളരെ വലിയ ഫലപ്രാപ്തി തന്നെയാണ് ഉള്ളതെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അപ്പൊ ശരി, ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ വീടും സ്ഥലവും അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കാത്തത് എന്നതിന്റെ കാരണമാണ്. അതായത് എത്ര ശ്രമിച്ചിട്ടും വസ്തു വിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വിറ്റുപോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നില് ഒരുപക്ഷെ എന്തെങ്കിലും ദോഷമുണ്ടാകും. ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോടികൾ മുടക്കി വീട് വെച്ചതാണ്, പക്ഷെ ഒരു ദിവസം പോലും ആ വീട്ടില് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വിധം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന ആളുകളെ കാണാം. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്കും ഒരു പിടിയുമില്ല എന്നുള്ളതായിരിക്കും. അതായത് യാതൊരു രൂപവുമില്ല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാണ് ഈ അവസ്ഥയിൽ പെട്ട ഒട്ടുമിക്ക ആളുകളും പറയാറുള്ളത്. എന്നാൽ മറ്റു ചില ആളുകൾ പറയുന്നത് പുതിയ ഒരു വീട് വാങ്ങിച്ചു, ഇപ്പൊ ഏകദേശം 1 വർഷത്തോളമായി, പക്ഷെ ഇതിലൊരു ദിവസം പോലും മനസമാധാനമായിട്ട് ഒന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇങ്ങനെ പറയുന്ന ആളുകളുമുണ്ട്.
അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, അച്ഛനും 2 ആൺമക്കളും ഈ വീട്ടിലേക്ക് സ്ഥിരമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിലേക്കുള്ള വരവിനേക്കാൾ ഇരട്ടി ചെലവാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് ഇവർ പൊതുവായിട്ട് പറയുന്നത്. അതുമാത്രമല്ല, എത്രയൊക്കെ സാമ്പത്തികാസൂത്രണങ്ങൾ ചെയ്തു നോക്കിയിട്ട് പോലും ഇത് എങ്ങനെ ചെലവായി പോകുന്നു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് ഇതിനോടൊപ്പം അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ വാങ്ങിച്ച ഏതെങ്കിലും വസ്തുവില് അസ്ഥിയോ തകിടോ അല്ലെങ്കിൽ ഉടഞ്ഞ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന് പ്രതിവിധി അറിയാവുന്നവരെ കണ്ടെത്തി ദോഷപരിഹാരം ചെയ്യുകയാണ് വേണ്ടതെന്നാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ ആശ്വാസമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ പൊതുവായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ വിഷയത്തില് നമ്മൾ എല്ലാവരും പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതിയതായിട്ട് ഒരു ഭൂമി വാങ്ങിച്ച് അതിൽ ഈ പറഞ്ഞതുപോലെ അസ്ഥി കിട്ടി എന്നതില് യാതൊരുവിധ പരിഭ്രമത്തിന്റെയും ആവശ്യമില്ല. ഇത് പറയാൻ കാരണം, വർഷങ്ങൾക്ക് മുൻപ് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ മരിച്ച ആളുകളെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് മറവു ചെയ്യുകയല്ല പതിവ്. ഈ വീടിന്റെ തെക്കുഭാഗത്തായിട്ട് മാവിന്റെ വിറകൊക്കെ വെച്ച് ദഹിപ്പിക്കുകയായിരുന്നു അന്നത്തെ പതിവ്. ഇപ്പോഴും അപൂർവമായിട്ട് ആ ഒരു പതിവ് പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷെ സ്ഥലപരിമിതി മൂലം ആളുകൾ ഇതിലേക്ക് തിരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വരുന്ന ഭൂമിയിൽ അസ്ഥിയുടെ കഷ്ണങ്ങൾ കിട്ടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതില് പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് കണ്ടെത്തിയ സ്ഥിതിക്ക് ഒരു ധനമോഹി അല്ലാത്ത ജ്ഞാനിയായ ഒരു ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് അതിന് തക്കതായിട്ടുള്ള പരിഹാരം ചെയ്തു നോക്കുക. കൂടി വന്നാൽ ഒരു 150 രൂപ വരും ഈ പരിഹാര മാർഗത്തിന്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അതല്ല, ഭൂമിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഉടഞ്ഞ വിഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഉടഞ്ഞ വിഗ്രഹം കൊണ്ടുപോയി ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ്. ഒഴുക്കി കളയുകയാണ് വേണ്ടത്. പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു രീതി അതുതന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലിയും കൂടെ കഴിപ്പിച്ചാൽ പിന്നെ വിഗ്രഹവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷവും നിങ്ങളെ പിന്നീട് ബാധിക്കുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളെയെല്ലാം മാറ്റുന്ന 2 വ്യത്യസ്ത പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ഇനി ഇതിലൂടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേത് പണ്ട് മുതൽക്കേ നിലനിൽക്കുന്ന വിശ്വാസപ്രകാരമുള്ള നാഗദോഷത്തിനുള്ള പരിഹാരമാണ്. അതായത് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വസ്തുവിൽ ഒരു പക്ഷെ സർപ്പക്കാട് ഉണ്ടാകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ വച്ച ആരാധനകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷങ്ങളെല്ലാം ഈ ഒരു ഒറ്റ വഴിപാട് നിങ്ങൾ ചെയ്യുന്നതിലൂടെ മാറിപ്പോകുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കാം. പണ്ട് മുതൽക്കേ നിലനിന്നു പോരുന്ന വിശ്വാസപ്രകാരം ആളുകൾ ഈ പറഞ്ഞ നാഗ വഴിപാട് ചെയ്യുന്നത് ക്ഷേത്രത്തിലെ വഴിപാട് കിട്ടുന്ന കൗണ്ടറിൽ നിന്നും പാമ്പിന്റെ രൂപം അല്ലെങ്കിൽ ചെമ്പുകൊണ്ട് തീർത്ത ഒരു മൺപുറ്റ് ഇവ വാങ്ങി നാഗത്തറയിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. എന്നാൽ ഈ വഴിപാട് മാത്രം ചെയ്തതുകൊണ്ട് അത് പരിപൂർണമാകുന്നില്ല. ഇങ്ങനെ വഴിപാട് നിങ്ങൾ ക്ഷേത്രത്തിൽ കഴിപ്പിച്ചാൽ അതിനുശേഷം കിട്ടുന്ന പ്രസാദത്തിന്റെ കൂട്ടത്തിലുള്ള തകിട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സ്ഥാപിക്കുകയാണ് ഇതിന്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോഴേ ആ വഴിപാട് പരിപൂർണമാവുകയുള്ളൂ. ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ചെയ്യുന്ന പ്രവൃത്തി അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രമേ ആ വിശ്വാസം യഥാർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതോടുകൂടി സകല നാഗദോഷങ്ങളും, അതായത് നിങ്ങളുടെ വീടും വീടിരിക്കുന്ന പുരയിടത്തിലുമുള്ള സകല ദോഷങ്ങളും തീർന്നു കിട്ടുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തത് നവധാന്യങ്ങൾ കൊണ്ടുള്ള പരിഹാര മാർഗമാണ് പറയാൻ പോകുന്നത്. ഇതിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയോ പൂജ ചെയ്യുകയോ നിലവിളക്ക് തെളിയിക്കുകയോ അങ്ങനെയുള്ള യാതൊരു ക്രിയകളുടെയും ആവശ്യമില്ല. ഇനി ഈ പറഞ്ഞ നവധാന്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇത് അങ്ങാടി പച്ചമരുന്ന് വിൽക്കുന്ന കടകളിൽ നിന്നും ലഭ്യമാണ്. അല്ലെങ്കിൽ ഒട്ടുമിക്ക പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിന്നും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. നവധാന്യങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയില് ഒരടി സമചതുരാകൃതിയിൽ അവിടുത്തെ മണ്ണൽപ്പം നിങ്ങളൊന്ന് നീക്കുക. അതായത് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അവിടെ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നവധാന്യങ്ങൾ വിതറി കൊടുക്കുക. ഇങ്ങനെ വിതറുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണ് ആ ദൈവത്തെ നിങ്ങൾ നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഇത് ചെയ്യുവാനായിട്ട്. അതായത് എന്തെങ്കിലും എൻ്റെ ഭൂമിയിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണമേ എന്ന്
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 9 ധാന്യങ്ങളും അവിടെ വിതറാവുന്നതാണ്. അതിനുശേഷം അല്പം മണ്ണ് അതിന്റെ മുകളിൽ ഒന്ന് വിതറിക്കൊടുക്കുക. എന്നിട്ട് ഒരു കൈക്കുമ്പിളിൽ ജലമെടുത്ത് ഒന്ന് തളിച്ചു കൊടുക്കുക. അത്രയും ചെയ്താൽ മാത്രം മതി. 3-ാമത്തെ ദിവസം ആ നവധാന്യം മുളയ്ക്കുന്നതാണ്. ഒരുപക്ഷെ വേനൽക്കാലത്താണ് നിങ്ങൾ ഈ ക്രിയ ചെയ്യുന്നതെങ്കിൽ പിന്നീടുള്ള 2 ദിവസങ്ങളിലും രാവിലെ അല്പം വെള്ളം ഈ ഭാഗത്ത് കൈക്കുമ്പിളിൽ എടുത്ത് ഒന്ന് കുടഞ്ഞു കൊടുക്കേണ്ടതാണ്. തുടർന്ന് വരും ദിവസങ്ങളിൽ ഈ നവധാന്യങ്ങൾ മുളച്ചു വരുന്നതോടുകൂടി ആ ഭൂമിയിലുള്ള ദോഷങ്ങൾ കൂടി ഇല്ലാതാകും എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഈ പറഞ്ഞവയിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച മാർഗം ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. തികഞ്ഞ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അത് ഏത് പ്രവൃത്തിയാണെങ്കിലും ശരി, അതിന്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവായി ലഭിക്കുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് സംശയദൃഷ്ടിയോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ച സാധനങ്ങളും സമയവും നഷ്ടമാകുന്നതുമാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വീടും സ്ഥലവും വിൽക്കാനായിട്ട് ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നു, നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു പരിഹാരം ഒന്ന് ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ ആ ഒരു ബുദ്ധിമുട്ടൊന്ന് മാറിക്കിട്ടും. നിങ്ങൾക്ക് ആ ഒരു സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.